മലപ്പുറം ജില്ലയിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് വേങ്ങര മാറിയിട്ടുണ്ട്. കാരണം മുമ്പൊന്നും കാണാത്ത രീതിയിലുള്ള പ്രചരണമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. എൽ ഡി എഫിൻ്റെ സാരഥിയായിട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എത്തിയത് സബാഹ് ഗുണ്ടുപുഴയ്ക്കലാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ഡലം ഇളക്കി മറിച്ചുള്ളൊരു പ്രചരണത്തിലാണ് അദ്ദേഹം. അതിൻ്റെ തിരക്കിലാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രചരണം ആദ്യഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. നല്ല ഓളാണെന്ന് എല്ലാവരും പറയുന്നത്. രണ്ടാം ഘട്ടം പിന്നിട്ടു. മൂന്നാമത്തെ നമ്മൾ കുടുംബ യോഗങ്ങളിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ വട്ടം ഇത് കടക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് വലിയ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങൾ. കാരണം എൻ്റെ നാടല്ലേ, എൻ്റെ നാട് എന്തിനേക്കാളും കൂടുതലും ഇഷ്ടപ്പെടുന്നതും എന്തിനാ അത് എന്താ പറയുക, നമ്മളെ അതിനൊരു വാക്കുകളില്ലല്ലോ. അവനവൻ്റെ നാട് അവനവന് വലിയ കാര്യം തന്നെ. അതന്നെ, ആ നാടിനെ നമ്മൾ എന്തായാലും ചേർത്ത് പിടിച്ച് പോവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു, നമ്മളതൊരു ശീലമാണ്. ഓരോരുത്തർക്കും ഓരോ ശീലം ഉണ്ടാവുമല്ലോ, അത് തന്നെയാണ് എൻ്റെ. അങ്ങയുടെ പ്രചരണം കേൾക്കുമ്പോൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യകാലത്ത് പറഞ്ഞിരുന്നത് എസ് ഡി പിയുടെ സ്വന്തമായി മത്സരിച്ച ആളാണ്. ഇപ്പോൾ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുള്ള എസ് ഡി പിയുടെ കൂടി പിന്തുണയുള്ള ആളാണെന്ന്. ശരിക്കും എസ് ഡി പിയുടെ പിന്തുണ എന്നുള്ളത് ഒരു ബാധ്യതയായിട്ട് ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഒരു ജനകീയ സ്വതന്ത്രനായിട്ട് എൻ്റെ ഫ്രണ്ട്സും നാട്ടുകാരെല്ലാം കൂടി പറഞ്ഞു, സഭ ഇതിനൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലൊരു വികസനം എത്തിയില്ല, നീ ഒരു സ്ഥാനാർത്ഥി തരുവാ. അങ്ങനെയാണ് ഞാനൊരു ജനകീയ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വന്നത്. അത് നമ്മളെല്ലാവരും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ലീഗിലും കോൺഗ്രസിലൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ്. ഞാൻ അവരോടൊക്കെ എല്ലാവരോടും ചോദിക്കും, നമ്മൾ ആം ആദ്മി എല്ലാവരോടും ചോദിച്ചു, കൂടുതൽ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആം ആദ്മി, PDP അങ്ങനത്തെ ചെറിയ ചെറിയ കക്ഷികളുണ്ടല്ലോ ഇവിടെ, അവരൊക്കെ പിന്തുണ തന്ന കൂടുതൽ ഇവരും തന്നു. അത്രയേ ഉള്ളൂ അതിൽ. അത് പിന്നെന്ത് ചെയ്തു, അതെനിക്കൊരു ഒരു വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ഒരു 11,000 വോട്ട് കിട്ടുകയും ചെയ്തു. അതാണ് അതിലുള്ളൊരു. ഇത്തവണ എസ് ഡി പിയുടെ വോട്ട് വേണമെന്നോ വേണ്ടാന്നൊന്നിലും പറഞ്ഞു. അത് ഞാൻ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ, അത് തീരുമാനിക്കേണ്ടത് LDF ആണ്, ഞാനല്ല. RS അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. എന്നെ സംബന്ധിച്ച് എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ 100% വേങ്ങര മണ്ഡലത്തിൽ ഒരു MLA ആകാൻ മത്സരിക്കാണ് എന്നെ വിട്ടിട്ടുള്ളത്. ഞാനത് 100%, 101% വേങ്ങരയ്ക്ക് വേണ്ടിയിട്ടേ നിൽക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞത് പറഞ്ഞാൽ 25% വേങ്ങരയിലും 75% സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തേക്ക് പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത് നിയമസഭ. അതന്നെയാണ് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇനി മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല. ഞാൻ 101%, 100 കേട്ടോ, 101%, 1% കൂടി കൂട്ടിയിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചത് വേങ്ങര 140 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് വേങ്ങര. ആ മണ്ഡലത്തിൽ വേങ്ങരയിലെ MLA ആയി ഈ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അത് ഞാൻ പിന്നെ ഇതിൽ വേറെ കാര്യം കൂടി, ഇതിൽ ഓരോ വിശ്വാസം ഉണ്ടല്ലോ. ഇതിലൊക്കെ വിശ്വാസപ്രകാരം എന്ന് പറഞ്ഞാൽ ഓരോ വോട്ടറും ഇന്നൊരു അനാമത്തായി വോട്ട് ഏൽപ്പിക്കുമ്പോൾ തിരിച്ച് നമ്മളൊരു മതവിശ്വാസി എന്നുള്ളവർക്ക് ഒരു ബാധ്യത കൂടി അതിലുണ്ട്. കാരണം അവസാനം എന്തായാലും ഏറി വന്നാൽ എനിക്കൊക്കെ ഇനി കുറച്ച് കാലം 10-15 കൊല്ലം ആയുസ് ഉണ്ടാവുള്ളൂ എൻ്റെ ഒരു മനസ്സിൽ, നല്ല ആരോഗ്യം. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിനൊരു മറുപടി പറയുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. 100 അല്ല 101% കൊടുക്കും. അല്ലെങ്കിൽ അത് അവസാന നാളിൽ ഞാനതിന് മറുപടി പറഞ്ഞിരുന്നു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്തായാലും ഞാൻ അതാ പറഞ്ഞത്, എൻ്റെ ജീവൻ പോയാലും ശരി ഞാൻ അതിൽ ഉറച്ചു. മുസ്ലിം ലീഗിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, മുസ്ലിം ലീഗ് ഇവിടെ എല്ലാ കക്ഷികളിൽ നിന്ന് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ എല്ലാവരോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് പറഞ്ഞാൽ, ഞങ്ങൾ LDF മുന്നണിയാണ് എന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട്, അതന്നെയല്ലേ എൻ്റെ മലയാളം. ഞാൻ മനസ്സിലാക്കുക, ആ മലയാള ഭാഷ തിരിയാത്തവരായിരിക്കും ഇത് പറയുന്നത്. ഞാൻ എല്ലാവരോടും, കാരണം ഞാനിവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് പഠിച്ച് ബിസിനസ് ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനം ചെയ്തൊരു വ്യക്തിയായതുകൊണ്ട് എനിക്ക് ഒരു വിപുലമായ സുഹൃത്ത് ബന്ധമുണ്ട്. അതൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ കാര്യത്തിൽ ഞാൻ അവർക്കും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അല്ലാതെ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ആവശ്യം എനിക്കില്ല. എൻ്റെ ബിസിനസ് ആണെങ്കിൽ നന്നായി നടക്കുന്നത്. എനിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ, അവൻ ആ ബിസിനസ്സൊക്കെ നന്നായി കൊണ്ടുനടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കുഴപ്പമെന്താ? 2006 കുറ്റിപ്പുറത്ത് നടന്നത് ഈ കൊല്ലം വേങ്ങരയിൽ നടക്കും. അങ്ങനെ ഒരു അഹങ്കാരം ഒന്ന് പറയാൻ ഞാൻ ഒരിക്കലും അതൊന്നുമല്ല. അതൊക്കെ നാട്ടുകാർ തീരുമാനിക്കട്ടെ, വേങ്ങരയിലെ ജനങ്ങൾ തീരുമാനിക്കും. അവരൊക്കെ പൊട്ടന്മാരല്ലല്ലോ. ഇതൊക്കെ കുറേ കാലമായി അവർ കാണുന്നതാണ്. ഏത് ഈ ഇവിടുത്തെ ഈ കളികളൊക്കെ അവർ കാണുന്നില്ലേ? അവർക്ക് വേണ്ടത് അവർക്ക് എപ്പോഴും ആക്സസിബിളായ, അത് എപ്പോഴും അവർ ഒരു വിളിച്ചാൽ ഫോൺ കോളിൻ്റെ അകലെ. ഞാനത് വളരെ വളരെ ഉത്തരവാദിത്തോടു കൂടി പറയുന്നത്.
ഓരോ ഫോൺ കോളും ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു പ്രകൃതക്കാരനാണ്. എത്രയോ ബിസിനസ് ചെയ്യുമ്പോഴും ഞാൻ തന്നെ അതിനൊക്കെ മറുപടി പറയലുണ്ട്. അത് അതേപോലെ തന്നെ എൻ്റെ പൊതുജീവിതത്തിലും ഞാൻ പകർത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞാലിക്കുട്ടിക്ക് വരെ ഷാജി വന്നപ്പോൾ മത്സരം എങ്ങനെയെന്ന് തോന്നുന്നത്? അത് രണ്ടും രണ്ടാണ്. കുഞ്ഞാലി സാഹിബ് എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ആളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, എൻ്റെ ഉപ്പാക്കൊക്കെ എൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ഒരു വലിയ അടുത്ത ആളാണ്. കാരണം ഞാനൊക്കെ ലീഗ് രാഷ്ട്രീയത്തിൽ കൂടെയാണ് വന്നത്. രാഷ്ട്രീയം നമുക്കൊക്കെ ലീഗിൽ കൂടെയാണ് വന്നതെങ്കിൽ പോലും അത് കുഞ്ഞാലി സാഹിബ് വേറൊരു തലത്തിലും ഷാജി സാഹിബ് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഭയങ്കര എന്താ പറയുക അഗ്രസീവ്, അതാ പേര് കിട്ടുന്നില്ല, അതാ ഒരു നമുക്ക് പേടിപ്പെടുത്തുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിന്. എന്നെ കൊണ്ടൊന്നും അങ്ങനെ ഒരു ആളെ അവനെ അറ്റാക്ക് ചെയ്യാനും അസഭ്യം പറയാനൊന്നും എന്നോട് കഴിയില്ല. അത് നമ്മൾ ഓരോരുത്തരെ ഒരു വളർന്നു വന്ന ചുറ്റുപാടും കൂടി നോക്കണമല്ലോ. നമുക്ക് ഈ രാഷ്ട്രീയം കൊണ്ട് മാത്രം കഴിഞ്ഞു പോവില്ല. നമുക്ക് ഇനി ഒരാളോട് നമ്മൾ മരിച്ചു പോകുമ്പോൾ ബാധ്യത ഇല്ലാതെ പോകണമെങ്കിൽ അവനെ നമ്മൾ വാക്കുകൊണ്ട് പോലും നമ്മൾ ഉപദ്രവിക്കരുത്. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എന്ത് ചെയ്യും, രാത്രി ഉറക്കു വരില്ല, പിറ്റേന്ന് രാവിലെ പോയിട്ട് എന്ത് ചെയ്യും, സോറി പറയും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കുറച്ചൊരു ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാമല്ലോ. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് ചിലപ്പോൾ അതൊരു എന്താ പറയുക, എന്നെ പോലത്തെ ഒരു മനുഷ്യനെ അത് നന്നായി വേദനിച്ചിട്ടുണ്ട്. കാരണം ഞാനൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത രൂപത്തിൽ അദ്ദേഹം, പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞിക്കണോന്നൊരു സംശയം എനിക്കുണ്ട്. അദ്ദേഹത്തെ ആ പഴയ പോലെ അദ്ദേഹം നമ്മളൊക്കെ വലിയ രൂപത്തിൽ ബഹുമാനിക്കുന്ന വ്യക്തികളൊക്കെ അദ്ദേഹം വളരെ മോശമായ രൂപത്തിൽ നമ്മൾ കേട്ടതാണല്ലോ. അത് പറയാൻ പോലും പറ്റാത്തപ്പോൾ നമ്മളെ എന്താ പറയുക, നമ്മളെ കോൺഗ്രസിൻ്റെ ആര്യാടൻ മുഹമ്മദ് സാഹിബിനെ പറ്റിയിട്ടൊക്കെ പറയാറിഞ്ഞാൽ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വിഷമം. ഒരാളെ പറ്റി അങ്ങനെ വന്നു, പ്രായമുള്ള മനുഷ്യന്, അതേമാതിരിക്ക് മത നേതാക്കളൊക്കെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ വിഷയം വിടുക എന്നുള്ള. ഞാൻ എന്താ പറയുക, ഞാൻ രാഷ്ട്രീയക്കാരനാണ്, രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനും കൂടി ആയ ഒരാളായതുകൊണ്ട് എന്താ പറയുക, നമ്മൾ കഴിയുന്നതും അങ്ങനത്തെ കാര്യങ്ങളിൽ വിട്ടു നിൽക്കണം. നമുക്ക് വലിയ എന്താ പറയുക, നമ്മൾ മറ്റേ കുഞ്ഞാലി സാഹിബ് പറഞ്ഞ പോലെയല്ല, അതായത് നമ്മൾ വലിയ ഇങ്ങനെ ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കാമെന്നല്ല, പക്ഷെ ഉണ്ടാക്കുന്നത് നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പറയണം, പറഞ്ഞത് നമ്മൾ ചെയ്യും ചെയ്യും. വികസനം പറഞ്ഞ് തന്നെ വോട്ട് പിടിക്കുന്നു. വികസനം തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ. LDF മുന്നോട്ട് വെച്ച വികസനം തന്നെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഈ 5 വർഷം ഞാൻ ഈ വേങ്ങരയെ നന്നായി നിരീക്ഷിച്ചിട്ടുണ്ട്, ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വേങ്ങരയ്ക്ക് തന്നെ നമ്മൾ ഓലൊരു വോട്ടായിട്ട് ഇങ്ങോട്ട് തന്നാൽ അത് 100 ഇരട്ടിയായിട്ട്, അത് വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞത്, ഒരു വോട്ടായി ഇങ്ങോട്ട് തന്നാൽ അതൊരു 100 വോട്ടിൻ്റെ മൂല്യമായിട്ട് വേങ്ങരയ്ക്ക് ഞാൻ തിരിച്ചു കൊടുക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. വേങ്ങരക്കാരൻ തന്നെയാണ്, ഈ നാട്ടിൽ വികസനം കൊണ്ടുവരാനാണ് മത്സരിക്കുന്നത്, തന്നോടൊപ്പം നാട്ടുകാർ ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയുമുണ്ട്. വേങ്ങരയിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.